വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. 50-ലധികം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എംപിയുടെ വാഹനം തടഞ്ഞു. പ്രതിഷേധക്കാരോട് കയർത്ത് ഷാഫി പറമ്പിൽ. ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക, രാഹുലിനെ സംരക്ഷിക്കുന്ന VD സതീശിനെയും ഷാഫി പറമ്പിലിനെയും തിരിച്ചറിയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ ഷാഫി പറമ്പിൽ സഞ്ചരിക്കുന്ന ഔദ്യോഗിക വാഹനം പ്രതിഷേധിച്ച് തടഞ്ഞത്. വടകര ടൗൺ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് വാഹനം തടഞ്ഞത്. ബോധപൂർവം ഈ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. പോലീസിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു, വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ ഇത് ഖണ്ഡിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധക്കാരോട് കയർക്കുകയാണ്. ഏറെ പണിപ്പെട്ടാണ് പോലീസുകാർ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വടകര ബ്ലോക്ക് കമ്മിറ്റി ആണ് ഷാഫി പറമ്പിലിനെതിരെ ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. 50ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. ഈ പ്രവർത്തകരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഷമി, അതിശക്തമായ പ്രതിഷേധം ഷാഫി പറമ്പിലിനെതിരെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഡിവൈഎഫ്ഐ ഏത് തലത്തിലാണ് ഇയാൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ആസൂത്രണം ചെയ്തത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, ശക്തമായ പ്രതിഷേധമാണ് ഷാഫി പറമ്പിൽ MPക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. ഈ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തിലെ ഗോഡ്ഫാദറാണ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. തീർച്ചയായും ഷാഫി അറിയാതെ രാഹുൽ ഒന്നും പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം ഷാഫിയെയും രാഹുലിനെയും അറിയാവുന്നവർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ MLA പദവി രാജിവെക്കുന്ന ഘട്ടത്തിൽ ഷാഫി ഇടപെട്ടാണ് രാഹുലിന് വേണ്ടി ഒത്തുതീർപ്പ് ചർച്ചകൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചുക്കാൻ പിടിച്ചെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ചേതൻ ഈ പ്രതിഷേധക്കാരോട് കയർക്കുകയാണ് ഷാഫി പറമ്പിൽ. അയാൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ് MP. അതായത് അത്രമാത്രം പ്രകോപനപരമായൊരു സാഹചര്യം, പ്രതിഷേധം സ്വാഭാവികമായും ഉയർന്നു വരും. നമുക്കറിയാം, നേരത്തെ മുഖ്യമന്ത്രിയുടെ വാഹന നവകേരള സദസ്സിൻ്റെ ആ ഒരു സമയത്ത് ഉയർന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങളോട് എത്ര രൂക്ഷമായി പ്രതികരിച്ച ആളാണ് ഷാഫി പറമ്പിൽ എന്ന്. ഇപ്പോൾ തനിക്ക് നേരെ ഒരു പ്രതിഷേധം വരുമ്പോൾ ആ പ്രതിഷേധക്കാരോട് ചാടി വീഴുകയാണ് ഷാഫി പറമ്പിൽ. തീർച്ചയായും ഇതൊരു ഷാഫി പറമ്പിലിന്റെ തന്ത്രമായി നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്നതാണ് ഷാഫി പറമ്പിൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഷാഫി പറമ്പിൽ കണക്ക് കൂട്ടുന്നത് പ്രതിഷേധക്കാരെ കൊണ്ട് തന്നെ ആക്രമിച്ച് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്, ബോധപൂർവമായ ശ്രമമാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കർശന നിർദ്ദേശം പോലീസ് ഷാഫി പറമ്പിൽ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ ഗണ്ണിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പുറത്തിറങ്ങുകയായിരുന്നു. സമരക്കാരോട് കയർക്കുന്ന രീതിയാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചത്. ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് ഷാഫി പറമ്പിൽ ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നീക്കങ്ങളൊന്നും ഫലവത്തായില്ല. പോലീസ് വളരെ കർശനമായി ഈ അക്രമത്തിൽ, ഈ പ്രതിഷേധത്തിൽ ഇടപെട്ടു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തൽക്കാലം നീക്കിയിട്ടുണ്ട്. പ്രകോപനം സൃഷ്ടിക്കുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ സമരക്കാർ തന്നെ ആക്രമിച്ചാൽ അതൊരു വലിയൊരു വാർത്തയാക്കി മാറ്റാം എന്ന കണക്കുകൂട്ടലാണ്, ഷാഫി പറമ്പിലിന്റെ കണക്കുകൂട്ടലാണ് ഇവിടെ പൊളിഞ്ഞത്. ഷമി.